എല്ലാം സെറ്റായെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അപ്പോഴും സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇറങ്ങിയിട്ടില്ല, ഇന്ന് ഇറങ്ങും എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ കെ സുധാകരനും അടൂർ പ്രകാശും നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കെ സുധാകരൻ ഫ്രണ്ടിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു, ഷാഡോയിൽ നിന്നുകൊണ്ട് ബാക്കി പേപ്പർ വർക്കെല്ലാം ചെയ്ത് അടൂർ പ്രകാശമുണ്ട്. പക്ഷേ സതീശനെ നമുക്ക് അങ്ങനെ തള്ളിപ്പറയാൻ പറ്റത്തില്ല, വി ഡി സതീശനെ. കാരണം അദ്ദേഹം വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു ഇലക്ഷൻ മാനേജറാണ്, അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ 10 സീറ്റിൽ നിന്ന് 2 സീറ്റ് വാങ്ങാൻ കഴിഞ്ഞു കോൺഗ്രസ്സിന്. തർക്കവും വഴക്കമൊന്നും ഇല്ലാതെ തന്നെ അവർ 2 സീറ്റ് കൊടുത്തു. താൽക്കാലികമായി കൊടുത്തതാണ്. എങ്കിലും ഇടുക്കിയും ഏറ്റുമാനൂരും കൊടുത്തു. അതുപോലെ തൃക്കരിപ്പൂർ വച്ച് മാറി കോൺഗ്രസ്സിന് കൊടുത്തിട്ട് കേരള കോൺഗ്രസ്സിന് വേറെ സീറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ലീഗിൽ 25 സീറ്റ് എന്ന് പറഞ്ഞാൽ 25 സീറ്റേ കൊടുത്തുള്ളൂ, കൂടുതൽ സീറ്റൊന്നും ലീഗിന് കൊടുത്തില്ല. അപ്പോൾ ഘടകകക്ഷി പിന്നെ ദേവരാജൻ ഫോർവേഡ് ബ്ലോക്കിന് ദേവരാജന് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ അവസാനം അവിടെ നിന്ന് നല്ല സമ്മർദ്ദം വന്നപ്പോൾ ദേവരാജൻ ഒഴിവായി. അങ്ങനെ ഘടകകക്ഷികളുമായിട്ടുള്ള, അതുപോലെ സി എം പിക്ക് നല്ലൊരു സീറ്റ് തിരുവനന്തപുരത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കേരളത്തിലൊരു നല്ല സീറ്റ് CP ജോണിന് ജയിപ്പിച്ചെടുക്കണം, ഒരു നല്ല ഷുവർ സീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല ഫൈറ്റുള്ളൊരു സീറ്റെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് UDFനും നല്ല മേൽക്കൈ പലപ്പോഴും കിട്ടിയിട്ടുള്ള ഒരു സീറ്റ് തിരുവനന്തപുരം സെൻട്രൽ കൊടുത്തു. വി ശിവകുമാറൊക്കെ ജയിച്ച മണ്ഡലമാണ്. CP ജോണിന് കൊടുത്തു. RSPയുമായി സീറ്റുകൾ വച്ചു മാറി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പിന്നെ ചെയ്തു. ആ കാര്യത്തിലൊക്കെ വി ഡി സതീശൻ നന്നായി വിജയിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ സണ്ണി എം കവിക്കാട് പറഞ്ഞത്, ദളിത് ആക്ടിവിസ്റ്റായുള്ള സണ്ണി എം കവിക്കാട് പറഞ്ഞത് വൈക്കത്ത് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് പറയണത്, എന്നിട്ട് പറ്റിച്ചു എന്നാണ്. പക്ഷേ വി ഡി സതീശൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, എന്നെ വന്ന് കണ്ടു, അപ്പോൾ ഞാൻ പരിഗണിക്കാം, UDFൽ ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ചർച്ച ചെയ്തപ്പോൾ അവിടെ നിന്നുള്ള തന്നെ റിസർവേഷനിലുള്ള മറ്റൊരു കാൻഡിഡേറ്റ് വന്നപ്പോൾ കൊടുത്തു. പക്ഷേ ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അവിടെ ഈ സണ്ണി കവിക്കാടിൻ്റെ ഫോട്ടോ ഇട്ടുകൊണ്ട് സകല ദളിത് ആക്ടിവിസ്റ്റുകളും വന്നിട്ട് ഞങ്ങൾക്ക് തന്നില്ലേ, അതെന്തിനാണ് നിങ്ങൾക്കറിയുന്നത്? അവിടെ കൊടുത്തത് ആർക്കാ? അവിടെ കൊടുത്തത് പിന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളിനുള്ള മണ്ഡലമാണ്, അവർക്ക് കൊടുക്കും, അവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ ഇപ്പോൾ ജനറൽ വിഭാഗത്തിന് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിനുടനെ സണ്ണിയം കവിക്കാടിൻ്റെ ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, സംഘപരിവാർ ഏതോ എന്താ കുത്തിത്തിരിവി, അതുകൊണ്ടാണ് സണ്ണിയം കവിക്കാട് എന്തൊക്കെയാണ് പറയണത്. സണ്ണി, നിങ്ങളത് പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സീറ്റ് തരാമെന്ന് വി ഡി സതീശനെ നിങ്ങൾ പോയി കണ്ടപ്പോൾ പരിഗണിക്കാമെന്ന് പറഞ്ഞു എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ UDFൽ കൂട്ടായി ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞ് പറ്റത്തില്ല, അതിപ്പോൾ അദ്ദേഹത്തിന് പല കാരണങ്ങളാൽ കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങളുടെ തന്നെ കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞ് അവർക്ക് സീറ്റ് കൊടുത്തു. ആ കൊടുത്തതും ഒരു പിന്നോക്ക വിഭാഗത്തിൽ, കാരണം ആ മണ്ഡലം സംവരണ മണ്ഡലമാണെന്നേ, അപ്പം അങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സംവരണ മണ്ഡലത്തിൽ ഒരാളിന് കൊടുത്തപ്പോൾ സണ്ണിയം കവിക്കാടാവട്ടെ ദളിത് ആക്ടിവിസ്റ്റുകളാകട്ടെ പിന്നെ സോഷ്യൽ മീഡിയ വന്ന് നടന്ന് സതീശനെ തെറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അത് അങ്ങനെ പോയി. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി തന്നെയാണ് സതീശൻ കൊണ്ടുപോകുന്നത്. പിന്നെ സതീശന് പറ്റിയൊരു അബദ്ധം, 24 മണിക്കൂറിനകത്ത് ഇത് ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഓവർ കോൺഫിഡൻസ് കാണിച്ചു. അത് വേണ്ടായിരുന്നു, ഞങ്ങൾ വളരെ വേഗം ഇത് ശരിയാക്കും, കാരണം കോൺഗ്രസിന് അങ്ങനെ പറ്റൂ. കാരണം അതിനകത്ത് സതീശൻ പറയുമ്പോൾ ഭയങ്കര ജനാധിപത്യമാണ്, വാളെടുത്തവരൊക്കെ വിളിച്ചപ്പോഴാണ്. ഓർത്തഡോക്സ് ഉണ്ട്, കത്തോലിക്ക ഉണ്ട്, പെന്തക്കോസ്ത് ഉണ്ട്, സുറിയാനി ക്രിസ്ത്യാനിയുണ്ട്, മലബാർ ക്രിസ്ത്യാനിയുണ്ട്, കേരള ക്രിസ്ത്യാനിയുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികൾ തന്നെ ഒരു 30 വിഭാഗമുണ്ട്. മുസ്ലിങ്ങളെടുത്ത സുന്നി ഷിയ ഉണ്ട്, അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. അത് കഴിഞ്ഞ് SNDP ഉണ്ട്, NSS ഉണ്ട്, പിന്നെ നാടാർ മഹാസഭയുണ്ട്, SC/ST ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഒരു വശത്ത്. ഇതിൻ്റെ ഇടയിലാണ് AK ആൻ്റണിക്ക് സ്ഥാനാർത്ഥി കാണും, K സുധാകരന് കാണും, മുല്ലപ്പള്ളി രാമചന്ദ്രന് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ സ്ഥാനാർത്ഥി കാണും, K മുരളീധരന് കാണും, K മുരളീധരന് തന്നെ വേറെ സ്ഥാനാർത്ഥി കാണും, PJ കുര്യന് സ്ഥാനാർത്ഥി കാണും. അങ്ങനെ നേരിട്ട് മത്സരിക്കാത്ത നേതാക്കൾക്കൊക്കെ അവരുടെ ശിങ്കടികളെ വെക്കണമെന്നുള്ള ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു വലിയ ഒരു സർക്കസ് കൂടാരം പോലെയാണ്. അപ്പോൾ ഇത് വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫോ മാത്രം വിചാരിച്ചുകൊണ്ട് തീരുന്നൊരു വിഷയമല്ല. ഇതെല്ലാം കൂടെ കൊണ്ട് കേന്ദ്രത്തിൽ ചെല്ലുമ്പോഴാണ് അവിടെ വേറെ ചില പേപ്പറുകൾ വർക്കുകളും ചില ഗ്രൂപ്പ് വർക്കുകളും ഗ്രൂപ്പ് മാനേജർമാർ വേറെ ചില പരിപാടികളൊക്കെ ചെയ്ത് അവിടെ പറഞ്ഞു വെച്ചേക്കും. അപ്പോൾ അവിടെ നിന്നൊരു സീറ്റ് കയറ്റി വയ്ക്കും. ഇവിടെ നിന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കി അവിടെ കൊണ്ട് ചെയ്യുമ്പോൾ അവിടെ ഒരാളിൻ്റെ സീറ്റ് കയറുമ്പോൾ ഇവിടെ ഇക്വേഷൻ എല്ലാം മാറി. കാരണം ഇവിടെ ഈഴവ SNDP NSS ഈഴവരെയും നായന്മാരെയും നാമ്പൂരിമാരെയും ക്രിസ്ത്യാനികളെയും പിന്നെ മതക്കാരെയും ജാതിക്കാരെയും ഗ്രൂപ്പ് മാനേജർമാരെയും പിന്നെ പ്രാദേശികവാദവും എല്ലാം സെറ്റാക്കിയിട്ടാണ് ലിസ്റ്റ് ചെല്ലുന്നത്. അപ്പം ചെല്ലുമ്പോഴോ അവിടെ അതിൽ നിന്ന് ഒരു കട്ട വലിച്ചൂരിയിലെ കെട്ടിടം വീണോ എന്ന് പറഞ്ഞാൽ അടുക്കി വെച്ചിരിക്കുന്ന കട്ടള പോലെയാണ്, ചീട്ട് പോലെയാണ്. ഒരെണ്ണം ഊരിപ്പോയാൽ മൊത്തം സെറ്റും ഡിസോർഡർ ആവും. അപ്പോൾ പിന്നെ അടുത്ത ആളിനെ വെച്ച് വരുമ്പോൾ ചിലർക്ക് സീറ്റ് കിട്ടാതെ വരും. ഇതൊരു വലിയ പ്രശ്നമാണ് കോൺഗ്രസ്. രാത്രികളോളം വെളുക്കുന്നേരെ ഇരുന്നവർ ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിൽ നിന്നും 2-3 പേര് വാങ്ങുകയും അതിൽ കൃത്യമായി ജില്ലാ കമ്മിറ്റി ഒരു പരിശോധന നടത്തുകയും
ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 1, 2, 3 പേരെ പേര് 5 പേരെ താഴെ നിന്ന് വാങ്ങുക, അതിൽ നിന്ന് 3 പേരെ മുകളിലോട്ട് വിടുക. ആ 3 പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 1, 2 പേര് KPCCയിൽ നിന്ന് മുകളിലോട്ട് വിടുക. AICC അത് പരിശോധിച്ച് ടിക്ക് ചെയ്ത് വിടുക, അല്ലെങ്കിൽ KPCC വെച്ച് തന്നെ ഫൈനലൈസ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ പോരെ? ഇത് ഭയങ്കര കൺഫ്യൂഷനാണ്. 2-3 ദിവസമായിട്ട് വലിയ കൺഫ്യൂഷനാണ്. അപ്പോൾ ഇന്നെങ്കിലും KPCCയുടെ ലിസ്റ്റ് ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയും. ഇതിന് 37ഓളം സീറ്റുകളിൽ അവർക്ക് ലിസ്റ്റ് ഇറങ്ങണം. ആ 37. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് LDF നല്ലൊരു രസകരമായ കളി കളിച്ച്. ISJD എന്ന് പറഞ്ഞ് പിന്നെ JDU എന്ന് പറഞ്ഞ് 2 പാർട്ടിയുണ്ട്. ISJDക്ക് 4 സീറ്റും JDUവിന് 3 സീറ്റും. അപ്പോൾ JDU ബഹളം ഉണ്ടാക്കി, അവർക്ക് കൂടി 3 സീറ്റ് വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പോൾ എന്ത് ചെയ്തു? ഒരു പാടെ പിന്നെ സീറ്റ് 7 ഉള്ളൂ, 2 പേർക്കും 4 വെച്ച് വേണമെന്ന് വഴക്കുണ്ടാക്കുന്നു. മുട്ടായി 3 ഉള്ളൂ, 2 പേർക്കും 2 വെച്ച് വേണമെന്ന് വഴക്കുണ്ടാക്കി. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? 2 പേർക്കും കൊടുക്കാതെ ഒരു മുട്ടായി അച്ഛൻ എടുത്ത് കഴിച്ചു, ബാക്കി 2 പേർക്ക് ഓരോന്ന് വെച്ച് കൊടുത്തു. റെഡിയായില്ല. അത് മുറിച്ച് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. മുട്ടായി ആണെങ്കിൽ മുറിച്ച് കൊടുക്കുക, സീറ്റ് മുറിച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ISJD എന്നൊരു സീറ്റ് ഞാൻ എടുത്തു. ആര്? കോവളം എടുത്തിട്ട് ഫഹദ് റൂഫസ് എന്ന് പറയുന്ന പുതിയ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള റൂഫസ് ഡാനിയലിൻ്റെ മകൻ, റൂഫസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന റൂഫസിൻ്റെ മകൻ ഫഹദ് റൂഫസിനെ സ്വതന്ത്രനായി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഫഹദ് അവിടെ സ്വതന്ത്രനാവുന്നു. ആ പ്രശ്നം CPM പരിഹരിച്ചു. ഇപ്പുറത്ത് കോൺഗ്രസ് ഈ ഒരു പ്രശ്നം കിടക്കുന്നു. ലീഗിലും ഒരു രണ്ടത്താണി ചാടിപ്പോയി. അത് ചിലപ്പോൾ CPMൻ്റെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. വനിതാ ലീഗിൽ നിന്നും ആരെങ്കിലും കിട്ടുമോ എന്ന് CPM ഇങ്ങനെ വല വിരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 1-2 വനിതകളെ കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് മലപ്പുറത്തെ സ്ഥിതി. എന്തായാലും കോൺഗ്രസ് എന്തൊക്കെയായാലും സെറ്റാണ്. 2 ദിവസം കൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ ലീഗിന് അധികം സീറ്റ് കൊടുക്കാതെ ലീഗിന് ഞങ്ങൾ എല്ലാം ചെയ്തു. കേരള കോൺഗ്രസിൽ നിന്ന് 2 സീറ്റ് ഞങ്ങളിനി താൽക്കാലികത്തേക്കാണ് ഞങ്ങൾ മേടിച്ചു. അത് പിന്നെ തൃക്കരിപ്പൂർ ഞങ്ങൾ മേടിച്ചിട്ട് വേറെ സീറ്റ് കേരള കോൺഗ്രസ് കൊടുത്തു. അങ്ങനെ കേരള കോൺഗ്രസുമായി ഞങ്ങൾ നല്ല സെറ്റാക്കി. RSPയുമായി സെറ്റായി. ഫോർവേഡ് ബ്ലോക്ക് ദേവരാജന് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് അവസാനം ഒഴിവാക്കി. ദേവരാജനെ നമ്മൾ റെഡിയാക്കി, പരാതി ഇല്ലാതാക്കി. CP ജോണിന് സീറ്റ് കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാം ഭംഗിയായി കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു 5-6 പേരുടെ സീറ്റിൻ്റെ പ്രശ്നമുണ്ട്. അത് പരിഹരിക്കുമെന്നേ, നിങ്ങൾ ഞങ്ങൾക്ക് സമയം താ എന്ന് പറഞ്ഞ് എല്ലാ പത്രലേഖകരെയും വാടപ്പിച്ച് നമ്മുടെ സതീശൻ മാഷ് വളരെ ഭംഗിയായി കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇപ്പം തന്നെ പല മണ്ഡലങ്ങളിലും CPM LDFും ഒരുപാട് ബഹുദൂരം മുന്നിലാണ് പ്രചരണ രംഗത്ത്. ആകെപ്പാടെ 10-20 ദിവസമാണ് കിട്ടുക. നിങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞ പ്രാവശ്യം വട്ടിയൂർക്കാവിൽ ഇതുപോലൊരു തീരുമാനമുണ്ടായി. അവസാന നിമിഷം 4 ദിവസം ഉള്ളപ്പോഴാണ്, അതായത് സ്ഥാനാർത്ഥി ലിസ്റ്റ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം ആണ്, എന്നാണോ ലിസ്റ്റ് കൊടുക്കുക ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട 24 അതിൻ്റെ ഒരു 13-ാം മണിക്കൂറിലാണ് നിങ്ങൾ വീണ നായർ തീരുമാനിച്ചത്. എന്തൊരു കഷ്ടമാണ്. അതിന് ആ സ്ഥാനാർത്ഥിക്ക് ഓടി എല്ലാവരും ഒന്ന് കാണാൻ, എല്ലാ പഞ്ചായത്തുകളിലോ കോർപ്പറേഷൻ്റെ എല്ലാ സ്ഥലത്തുനിന്ന് പോകാൻ, പഞ്ചായത്തല്ല കോർപ്പറേഷനിലെ എല്ലാ സ്ഥലത്തുനിന്ന് പോകാൻ പോലും അതിന് സമയം കിട്ടിയില്ല. സീറ്റും കിട്ടി, അത് തോറ്റും പോയി, വലിയ വോട്ടിന് തോറ്റും പോയി. അതുകൊണ്ട് നിങ്ങൾ ഇത് ചവിട്ടിപ്പിടിക്കാതെ ഇന്നെങ്കിലും KPCC ലിസ്റ്റ് ഇറക്കണം. നിങ്ങളുടെ അടൂർ പ്രകാശിന് വേണമെങ്കിൽ കൊടുത്തോളൂ, സുധാകരനും വേണമെങ്കിൽ 2 പേർക്ക് സീറ്റ് കൊടുത്തോളൂ. സുധാകരന് കൊടുത്തില്ലെങ്കിൽ കണ്ണൂരിൽ CPM ആകെ കലങ്ങി നിൽക്കുന്നു, ബോംബ് പൊട്ടി നിൽക്കുന്നു. അതുപോലെ അടുത്ത ബോംബ് കോൺഗ്രസിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. അതിന് സാധ്യത വരുത്താതെ അടൂർ പ്രകാശിനും സുധാകരനും സീറ്റ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആ 2 സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് 35 സീറ്റെങ്കിലും അടിയന്തരമായിട്ട് പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ജനങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് മമതയുണ്ടെങ്കിൽ ആ മമത നിങ്ങൾ ഇല്ലാതാക്കരുത്.